ഓഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ വർദ്ധിപ്പിക്കാൻ ട്രേഡ് യൂണിയനുകളിൽ നിന്നും സർക്കാർ സമ്മർദ്ദം നേരിടുന്നു. 24 ട്രേഡ് യൂണിയൻ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ ലേബറിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പ്രതിജ്ഞാബദ്ധത പാലിക്കപ്പെടുന്നില്ലെന്നും രോഗബാധിതരായ തൊഴിലാളികൾ കടത്തിലേക്ക് മൂക്കുകുത്തുകയാണെന്നും മുന്നറിയിപ്പ് നൽകി. നിലവിൽ പാർലമെന്റ് പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന തൊഴിലവകാശ ബില്ലിൽ ഇത് അഭിസംബോധന ചെയ്യണമെന്ന് യൂണിയൻ നേതാക്കൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കൂടാതെ അവരുടെ ചില അംഗങ്ങൾ സിക്ക് പേ വേതനം അവരുടെ സാധാരണ ശമ്പളത്തേക്കാൾ വളരെ കുറവായതിനാൽ ചികിത്സ മാറ്റിവെക്കുകയാണെന്നും അവർ കത്തിലെഴുതി. എന്നാൽ തൊഴിലവകാശങ്ങളുടെ വിപുലീകരണം ബിസിനസ്സുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന് ചില ബിസിനസ് ഗ്രൂപ്പുകൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ മുതൽ ആഴ്ചയിൽ 2 പൗണ്ട് വർദ്ധിപ്പിച്ച് സിക്ക് പേ 118.75 പൗണ്ടായി ഉയർത്താനാണ് സർക്കാർ ഇപ്പോൾ പദ്ധതിയിടുന്നത്. തൊഴിൽ പെൻഷൻ വകുപ്പ് തൊഴിലവകാശ ബില്ലിൽ സിക്ക് പേ അസുഖത്തിന്റെ ആദ്യ ദിവസം മുതൽ ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ജോലിയുടെ ആദ്യത്തെ 3 ഓഫ് വർക്ക് ദിവസങ്ങളിൽ ശമ്പളമില്ല. യൂണിയനുകൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പല തൊഴിലുടമകൾക്കും കൂടുതൽ ഉദാരമായ സിക്ക് പേ പദ്ധതികളുണ്ടെങ്കിലും 4-1 നിയമപരമായ മിനിമം സിക്ക് പേ ആശ്രയിക്കേണ്ടി വരുന്നു. അസുഖമുള്ള ഒരാൾ ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ ലീവ് എടുത്താൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതോ തിരഞ്ഞെടുക്കാൻ നഴ്സിംഗ് സ്റ്റാഫിനെ നിർബന്ധിക്കുന്നത് അന്യായം മാത്രമല്ലെന്നും രോഗികൾക്കും അപകടകരമാണെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞു. ലേബർ അഫിലിയേറ്റഡ് യൂണിയനായ GMP യൂണിയൻ പ്രധാനമന്ത്രിക്കുള്ള കത്തിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിലും ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ആദ്യ ദിവസം മുതൽ സിക്ക് പേ ക്ലെയിം ചെയ്യാൻ തൊഴിലാളികളെ അനുവദിക്കുന്നത് കമ്പനികളുടെ ബാധ്യത ഇരട്ടിക്കാൻ സാധ്യതയുണ്ടെന്നും ചെറുകിട ബിസിനസ്സുകൾക്ക് സിക്ക് പേ റിബേറ്റ് നൽകാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും ഫെഡറേഷൻ ഓഫ് സ്മോൾ ബിസിനസ് പറഞ്ഞു. തൊഴിലാളികൾക്കും ബിസിനസ്സുകൾക്കും അനുകൂലമായ ഒരു ബാലൻസ് കണ്ടെത്താൻ ലേബർ ഗവൺമെന്റ് ബുദ്ധിമുട്ടുകയാണ്. അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് കൂടുതൽ നികുതി വർദ്ധിപ്പിക്കുക എന്നത് തന്റെ പദ്ധതിയല്ലെന്നും എന്നാൽ അപ്രതീക്ഷിത സാഹചര്യമുണ്ടായാൽ അത് തള്ളിക്കളയാനാവില്ലെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ BBC-യോട് പറഞ്ഞു. അധ്വാനിക്കുന്ന ജനങ്ങളുടെ പോക്കറ്റിൽ കൂടുതൽ പണം നിക്ഷേപിക്കുമെന്ന വാഗ്ദാനമടക്കം 6 പ്രതിജ്ഞകൾ മുന്നോട്ട് വെച്ചതിന് തൊട്ടു പിന്നാലെ BBC ബ്രേക്ക്ഫാസ്റ്റിനോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പുറമെ ഇംഗ്ലണ്ടിൽ 15 ലക്ഷം പുതിയ വീടുകൾ പണിയുക, ആശുപത്രി ബാക്ക്ലോഗുകൾ അവസാനിപ്പിക്കുക, സ്കൂൾ ആരംഭിക്കുമ്പോൾ പഠിക്കാൻ തയ്യാറുള്ള കുട്ടികളുടെ അനുപാതം വർദ്ധിപ്പിക്കുക എന്നീ വാഗ്ദാനങ്ങളാണ് വ്യാഴാഴ്ച നടത്തിയ പ്രസംഗത്തിൽ സർ കെയർ സ്റ്റാമർ പ്രഖ്യാപിച്ചത്. സർജറികൾക്കും വിദഗ്ധ ചികിത്സയ്ക്കുമായുള്ള രോഗികളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് തന്റെ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 92% രോഗികൾക്കും 18 ആഴ്ചകൾക്കുള്ളിൽ ആവശ്യമായ ചികിത്സ ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം അടിയന്തര ചികിത്സയ്ക്കായുള്ള മണിക്കൂറുകൾ നീളുന്ന A&E വെയിറ്റിംഗ് ലിസ്റ്റ് സമയം കുറയ്ക്കലും സർക്കാരിന്റെ ലക്ഷ്യമാണ്. 13,000 പേരെ പുതുതായി പോലീസ് സേനയിലേക്ക് നിയമിക്കും. കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഓഫീസർമാർ, സ്പെഷ്യൽ കോൺസ്റ്റബിൾമാർ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവരെയാകും നിയമിക്കുക. ഓരോ ലോക്കൽ ലിവിംഗ് ഏരിയയ്ക്കും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കത്തക്ക വിധമാകും പോലീസ് സേനയുടെ വിന്യാസം. 2030 95% ഊർജ്ജ സ്രോതസ്സുകളും മലിനീകരണ വിമുക്തമാക്കുക എന്നതാണ് സർക്കാരിന്റെ മറ്റൊരു പ്രഖ്യാപിത ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിന് ശേഷം തന്റെ ജനപ്രീതി കുറഞ്ഞുവെന്ന് കരുതുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് തന്റെ പ്രീമിയർ പദവിയുടെ തുടക്കത്തിൽ തന്നെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ താൻ തീരുമാനിച്ചുവെന്നും തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും ജനപ്രിയമാകില്ലെന്ന് തനിക്കറിയാമെന്നും എന്നാൽ രാജ്യത്തെ മാറ്റാൻ അത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിലെ ബാങ്കിൽ നിന്നും കോടികൾ ലോണെടുത്ത ശേഷം കേരളത്തിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും മുങ്ങിയ മലയാളികൾക്കെതിരെ അന്വേഷണം. കേരളത്തിൽ 10 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തു. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന 700ഓളം മലയാളി നഴ്സുമാരും തട്ടിപ്പ് നടത്തിയവരിലുണ്ട്. ആകെ 1425 പേർക്കെതിരെയാണ് കേസ്. 2020-22 കാലത്ത് 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് വിവിധ ആളുകൾ ലോൺ എടുത്തത്. ഇത്തരത്തിൽ ലോൺ എടുത്ത ചിലർ കേരളത്തിൽ പോയി, ചിലർ കാനഡ, അമേരിക്ക, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലേക്ക് മുങ്ങി. വ്യാപകമായ തട്ടിപ്പ് നടന്നതിനാൽ ഇതിൽ ഏജന്റുമാരുടെ പങ്കുണ്ടോ എന്നും സംശയമുണ്ട്. തട്ടിപ്പുകാരിൽ ഏറെയും കേരളത്തിൽ നിന്നുണ്ടെന്നതിനാൽ കഴിഞ്ഞ മാസം 5-ന് ബാങ്ക് അധികൃതർ കേരളത്തിലെത്തി ADGP മനോജ് എബ്രഹാമിനെ കണ്ടു. തുടർന്ന് തട്ടിപ്പുകാരുടെ വിലാസം കൈമാറി. കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കേസുകളും. കുവൈറ്റ് പൗരൻ നൽകിയ പരാതിയിൽ ദക്ഷിണ മേഖല IG അന്വേഷണം നടത്തും. മറ്റ് രാജ്യങ്ങളിൽ തട്ടിപ്പ് നടത്തി ഇന്ത്യയിലെത്തിയാലും നിയമപ്രകാരം കേസെടുക്കാനാകും. ഇത്തരത്തിലാണ് ഇപ്പോൾ അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ലേബർ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിന് മറുപടിയായി പകുതിയിലധികം ബ്രിട്ടീഷ് തൊഴിലുടമകളും ജോലി വെട്ടിക്കുറയ്ക്കാനും വിലയുയർത്താനും പദ്ധതിയിടുന്നതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സർവേ കണ്ടെത്തി. ധനകാര്യമന്ത്രി റേച്ചൽ റീസ് പ്രഖ്യാപിച്ച ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിലെ വർധനവ് നേരിടാൻ
59% സ്ഥാപനങ്ങളും തങ്ങളുടെ ലാഭവിഹിതം കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് സമാഹരിച്ച ഡാറ്റ കാണിക്കുന്നു. 54% തൊഴിലുടമകൾ തങ്ങളുടെ പ്രോഡക്ട്സിന്റെ വില വർദ്ധിപ്പിക്കുമെന്നും അതുപോലെ തൊഴിൽ കുറയ്ക്കുമെന്നും പറഞ്ഞു. 38% ആളുകൾ അവർ ഇപ്പോൾ കൊടുക്കുന്ന വേതനത്തിനേക്കാൾ കുറഞ്ഞ വേതനം നൽകുമെന്ന് പറഞ്ഞു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബോസ് ആൻഡ്രൂ ബെയ്ലി ഈ ആഴ്ച ആദ്യം പറഞ്ഞത് ബജറ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് NI വർധനവിനോട് ബിസിനസ്സുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. UK-യിലും ആഗോളതലത്തിലും സാമ്പത്തിക അനിശ്ചിതത്വം ഉയരുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തൊഴിലുടമയുടെ ദേശീയ ഇൻഷുറൻസ് നിരക്ക് അടുത്ത വർഷം ഏപ്രിലിൽ 13.8% നിന്ന് 15% ഉയരുമെന്ന് റേച്ചൽ റീവ്സ് തന്റെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സെക്കൻഡറി ത്രെഷോൾഡ്, അതായത് തൊഴിലുടമകൾ ഓരോ ജീവനക്കാരന്റെയും ശമ്പളത്തിന് നികുതി അടക്കാൻ തുടങ്ങുന്ന പരിധി പ്രതിവർഷം 9,100 പൗണ്ടിൽ നിന്ന് 5,000 പൗണ്ടായി കുറയ്ക്കും. പല സൂപ്പർ മാർക്കറ്റുകളും വൻകിട ബിസിനസ്സുകളും വർദ്ധിച്ച ചെലവുകൾ തങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെ മേൽ തള്ളുമെന്ന് പറഞ്ഞതിലൂടെ 2025 ഏപ്രിൽ മുതൽ വില വർധനവും തൊഴിൽ നഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. UK സൂപ്പർ മാർക്കറ്റ് ഭീമന്മാരായ അസ്ത കടം വീട്ടാൻ ദശലക്ഷക്കണക്കിന് പൗണ്ട് വായ്പ എടുക്കുന്നു. കടബാധ്യതകൾ നിറവേറ്റുന്നതിനായി 100 മില്യണിലധികം വരുന്ന വായ്പകളിലേക്ക് തിരിയാൻ അസ്ത സൂപ്പർ മാർക്കറ്റ് നിർബന്ധിതമായി. നിലവിലെ ലോണുകളിൽ ഒന്നിലേക്ക് 155 മില്യൺ പൗണ്ടിന് തുല്യമായ ഒരു സ്വകാര്യ ഫഞ്ചിബിൾ ആഡ് ഓൺ വിജയകരമായി സമാഹരിച്ചതായി സൂപ്പർ മാർക്കറ്റ് ഇന്നലെ അറിയിച്ചു. 2028 മുൻ US ഉടമ വാൾമാർട്ടിന് നൽകേണ്ട 900 മില്യൺ പൗണ്ട് തിരിച്ചടക്കുന്നതിന് മുമ്പ് അതിന്റെ മുഴുവൻ മൂലധന ഘടനയും റീഫിനാൻസ് ചെയ്യാൻ നിർബന്ധിതരാകുമെന്ന് കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് പുതിയ കടമെടുപ്പ്. UK-യിലെ മൊബൈൽ ഫോൺ സേവനദാതാക്കളായ വോഡഫോണും 3യും തമ്മിലുള്ള ലയനത്തിന്റെ ഫലമായി വില വർധന ഉണ്ടാകില്ലെന്ന് വോഡഫോൺ ബോസ് വാഗ്ദാനം ചെയ്യുന്നു. ബിസിനസ്സുകൾക്കിടയിൽ അനിവാര്യമായും ഓവർലാപ്പ് ഉണ്ടാകും. എന്നാൽ 11 ബില്യൺ പൗണ്ടിന്റെ നിക്ഷേപ പദ്ധതി കാരണം UK-യിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്ന് സാധ്യതയുള്ള തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വോഡഫോൺ മേധാവി മാർഗ്രീറ്റ ഡെല്ലവാല പറഞ്ഞു. UK ജനസംഖ്യയുടെ 99% പേർക്കും ഈ പദ്ധതി 5G കവറേജ് കൊണ്ടുവരുമെന്ന് വോഡഫോൺ ഗ്ലോബൽ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു. '25 4 തവണയായി പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ പറഞ്ഞു. ബാങ്കിന്റെ സാമ്പത്തിക പ്രവചനം സൂചിപ്പിക്കുന്നത് 4 ക്വാർട്ടർ പോയിന്റ് വെട്ടിക്കുറയ്ക്കാൻ കഴിയുമെന്നാണെന്ന് മിസ്റ്റർ ബെയ്ലി പറഞ്ഞു. ഫിനാൻഷ്യൽ ടൈംസിനോട് സംസാരിച്ച ആൻഡ്രൂ ബെയ്ലി പണപ്പെരുപ്പത്തിലെ സമീപകാല ഇടിവുകളെ സ്വാഗതം ചെയ്യുന്നതായും വിപണി നിരക്കുകളെക്കുറിച്ചുള്ള പ്രൊജക്ഷന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ടു പോകാൻ സാധ്യതയുള്ള മികച്ച നിരവധി പാതകൾ നോക്കുകയാണെന്നും പറഞ്ഞു. ബ്രിട്ടനിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും നവജാത ശിശുക്കളുടെ പേരുകളിൽ 1ാം സ്ഥാനം മുഹമ്മദിന്. നോഹ, ഒലിവർ തുടങ്ങിയ എക്കാലത്തെയും ജനപ്രിയമായ പേരുകളെ പിന്നിലാക്കിയാണ് മുഹമ്മദ് എന്ന പേര് 2023 1ാം സ്ഥാനം നേടിയത്. പെൺകുട്ടികളുടെ പേരിൽ 1ാം സ്ഥാനം ഒലിവിയ നിലനിർത്തി. ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രേഖകളിലാണ് പേരുകളിലെ ഈ രസകരമായ കണക്കുകൾ ഉള്ളത്. ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി 2023 ജനിച്ച ആൺകുട്ടികളിൽ 4661 പേർക്കാണ് മുഹമ്മദ് എന്നോ പേരുള്ളത്. 2ാം സ്ഥാനം ലഭിച്ച നോഹ എന്ന പേരുള്ളത് 4382 പേർക്കാണ്. 2016 മുതൽ മുഹമ്മദ് എന്ന പേര് ആദ്യ 10 ഇടം പിടിച്ചിരുന്നെങ്കിലും ആദ്യമായാണ് 1ാമതെത്തുന്നത്. ഏതാനും വർഷം മുമ്പ് വരെ രാജകുടുംബാംഗങ്ങളുടെ പേരിന് ബ്രിട്ടനിൽ വലിയ പ്രിയമായിരുന്നു. ചാൾസ്, ജോർജ്, വില്യം, ഷാർലറ്റ്, എലിസബത്ത്, വിക്ടോറിയ തുടങ്ങിയ പേരുകളിൽ ജോർജ് മാത്രമാണ് ആൺകുട്ടികളുടെയോ പെൺകുട്ടികളുടെയോ പട്ടികയിൽ ആദ്യ 10-ലുള്ളത്. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.